ഗൈസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഡ്രോഗ്ബയുടെ ഒരു കാർഡാണ്. ഒരു ഫ്രീ അല്ല, നമുക്ക് ഫ്രീ സ്പിന്നിലൂടെ കിട്ടും, അല്ലാതെ കോയിൻ കൊടുത്തും കറക്കാം. ആ ഓവറോൾ പുള്ളിയുടെ ഒരു കിടിലൻ കാർഡ് തന്നെയാണ്. ആളുടെ ഫിനിഷിംഗ് ആണെങ്കിലും കേളാണെങ്കിലും സെറ്റ് പീസ് ആണെങ്കിലും എല്ലാം കിടിലൻ തന്നെയാണ്. ആക്സിലറേഷൻ, അതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് എല്ലാം കൊണ്ടും ഒരു നല്ലൊരു കാർഡാണെന്ന് പറയാം. അപ്പം കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫ്രീ സ്പിന്നാണെങ്കിലും കോയിൻ കൊടുത്ത് കറക്കിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ആളുടെ ഹെഡിങ് ആണെങ്കിലും നക്കിൾ ഷോട്ട് ഉണ്ട്, അക്രോബാറ്റിക് ഫിനിഷിംഗ് ഉണ്ട്. ഒരു കിടിലൻ കാർഡ് തന്നെയാണ്. ആളുടെ ഈ ഒരു ഫസ്റ്റ് ഫിനിഷിങ്ങിലുണ്ട് ആളുടെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഒരു ലെഫ്റ്റ് ഫുട്ടിന് ഒരു അക്രോബാറ്റിക് ഗോളാണ് പുള്ളി അടിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരുപാട് മൂവ്മെന്റ് ഈ ഒരു കാർഡ് തരുന്നുണ്ട്. എന്താ പറയാ, ഒരു കിടിലൻ കാർഡ് തന്നെയാണെന്ന് പറയാം. ഒരു ഇതുപോലത്തെ കുറെ ക്വാളിറ്റി ഉള്ള ഗോളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആളെ വെച്ച് കളിക്കുമ്പോൾ. അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ പുള്ളി ഓടിക്കയറുന്നുണ്ട്. കിക്കിംഗ് പവർ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവിടെ ഒരു ആളെ ബീറ്റ് ചെയ്തിട്ടാണ് പുള്ളി ആ ഒരു ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ആ ഒരു ഫിനിഷ് ചെയ്യുന്നത്. കാരണം അങ്ങനത്തെ ഫിസിക്കാലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിന് പെട്ടെന്നൊന്നും ഇടിച്ചിടാൻ പറ്റുമൊന്നുമില്ല. പുള്ളി അതനുസരിച്ച് തന്നെ മൂവ്മെന്റിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഇപ്പൊ തന്നെ കണ്ടാൽ അറിയാം, ആള് പെട്ടെന്ന് ആ മൂവ്മെന്റിലാണ് ആ ഒരു ഗോൾ വരുന്നത്. ആ ഒരു ഫസ്റ്റ് ടൈം ഷോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പുള്ളി അവിടെ നിന്ന് പെട്ടെന്ന് എടുത്തിട്ടാണ് ആ ഒരു ഗോൾ അടിക്കുന്നത്. ഇതുപോലെ തന്നെ ആൾ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ആളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഗോളുകൾ വരുന്നുണ്ട്. അടിച്ച അത്യാവശ്യം ഗോളാണ്, കാരണം ആളുടെ പവർ നമുക്ക് അറിയാവുന്നതാണ്. ആളുടെ മറ്റൊരു ക്വാളിറ്റിയാണ് ഹെഡർ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് ക്രോസുകൾ ഇട്ട് കൊടുത്ത ആൾ നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തോളൂ. എപ്പോഴും അത്യാവശ്യം ബോക്സിലോട്ട് തന്നെ ആൾ റണ്ണെടുത്തോളും. ഷോട്ടിൽ അത്യാവശ്യം കർവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു അടിയിലറിയാം കറക്റ്റ് ആ ഒരു മൂല വെച്ചെന്നാണ് കയറുന്നത്. അത്യാവശ്യം കേളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാർഡ് കൂടി തന്നെയാണ്. അപ്പം എന്തായാലും ഒരു ഫ്രീ സ്പിന്നിലൊക്കെ വന്ന ഒരു കിടിലൻ, എന്താ പറയുക, ഒരു കിടിലൻ കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കളിപ്പിച്ച് നോക്കുക. കേളാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറുന്നുണ്ട്. That is glorious, as if he picked it up and put it there himself. Well, it's one of those, Peter, when you've got to take your hat off and just say, too good. He's got 4. That is remarkable. Valverde, chance to gets his head on it. Yes! And there's your hat-trick hero. He is simply indefatigable. Tower threw a really strong neck behind it, and he gave the keeper little opportunity. ലിങ്ക് പ്ലേ ചെയ്തും പുള്ളിനായിട്ട് കളിക്കാൻ പറ്റും. പാസമൊക്കെ കൊടുത്താലും പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ റൺ എടുക്കുന്നുണ്ട്. അല്ലെങ്കിലും പുള്ളി ബോക്സിലോട്ട് എപ്പോഴും ഓടിക്കയറുന്നുണ്ട്. The starter's pistol and come racing out of the blocks. Yeah, that's really well played, Peter. It's very, very simple. The ball through to him was just beautiful. Sounds like a big game. Everyone involved is absolutely up for it. Shot a goal! Big moment! Massive goal! Well, they would have been looking. Was there ever any doubt? Not even a hint of hesitation. That is such a cool finish. കളി ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പതിയെ ഇറങ്ങി വരും. പുള്ളി പക്ഷെ ബോള് ഫ്രണ്ടിലോട്ട് പോകുന്നതനുസരിച്ച് പുള്ളിയുടെ മൂവ്മെന്റ് മാറുന്നുണ്ട്. കളിയുടെ ലാസ്റ്റ് ടൈമാണ്, പക്ഷെ ആളെ അത്രയും പവർ എടുത്ത് ഓടിക്കേറിയെന്നുള്ളതാണ്. ആ ഒരു കളിയും ജയിച്ചു. കാരണം പുള്ളിയുടെ ആ ഒരു റണ്ണാണ് അത്രയും കിടിലനായത്. കാരണം അത്യാവശ്യം ഇറങ്ങി വന്ന് കളി വേറെ സൈഡിലേക്ക് പോകണമെന്ന് മനസ്സിലായി പുള്ളി കൃത്യമായിട്ട് തന്നെ ആ ഒരു റണ്ണുള്ളിലേക്ക് എടുത്തു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും മസ്റ്റായിട്ട് അത്യാവശ്യം യൂസ് ചെയ്യേണ്ട ഒരു നല്ല കാർഡ് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എടുത്ത് നോക്കി എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യേണ്ട ഒരു കിടിലൻ കാർഡ് തന്നെയാണ്.